SDPI പിന്തുണയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കോൺഗ്രസ് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും വർഷങ്ങളായി അവർ ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പിന്തുണച്ചു വരികയാണെന്നും അമിത് ഷാ വിമർശിച്ചു. SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് കണ്ട് തനിക്ക് ഞെട്ടലില്ല. വർഗീയ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളെ പിന്തുണയ്ക്കുന്നു. SDPIയിൽ നിന്നുള്ള പിന്തുണ അർത്ഥമാക്കുന്നത് ഇവർ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അമിത് ഷാ പറഞ്ഞു. കർണാടക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 28 സീറ്റുകളും തൂത്തുവാരുമെന്നും റോഡ് ഷോയിലെ ജനക്കൂട്ടം കർണാടകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പിന്തുണ തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 4000-ലധികം സീറ്റുകൾ നേടാൻ NDAക്ക് കഴിയുമെന്ന് മോദി ജനങ്ങളോട് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFനെ പിന്തുണയ്ക്കുമെന്ന് SDPI നേരത്തെ അറിയിച്ചിരുന്നു. ദേശീയതലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുമെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞിരുന്നു. ദേശീയതലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. പ്രചാരണവും പങ്കാളിത്തവും ഒന്നും SDPI ലക്ഷ്യമിടുന്നില്ല. SDPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം SDPIയുമായി തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പല പാർട്ടികളും കൂട്ടായ്മകളും UDFന് പിന്തുണ നൽകുന്നുണ്ടെന്നും കാസർഗോഡ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് VD സതീശൻ പ്രതികരിച്ചിരുന്നു. ഇത്തവണ മത്സരിക്കാനില്ലെന്നും വർത്തമാന ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാണ് UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നുമാണ് മൗലവി വ്യക്തമാക്കിയത്. അതേസമയം SDPI പിന്തുണയ്ക്കെതിരെ LDF രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് വർഗീയ പ്രീണനമാണ് നടത്തുന്നതെന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് LDF വിമർശനം. എന്നാൽ പിന്തുണയ്ക്കായി തങ്ങൾ അവരെ സമീപിച്ചിട്ടില്ലെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശദീകരണം. കഴിഞ്ഞ തവണ SDPI പിന്തുണ നൽകാതിരുന്നിട്ടും UDF 19 സീറ്റിലും വിജയിച്ചുവെന്നും VD സതീശൻ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.